ഇത്തരത്തിൽ നിർമ്മാണ കമ്പനിയും അതോടൊപ്പം തന്നെ ദേശീയപാത അധികൃതരും ഈ പ്രശ്നങ്ങളെല്ലാം അടിയന്തരമായി പരിഹരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ സമരത്തിലേക്ക് ഭരണത്തലത്തിൽ പോകുവാമെന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജൂൺ 28 തിങ്കളാഴ്ച ഈ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രക്ഷോഭ ധർണാ സമരം ഭരണസമിതി ആലോചിച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം പുല്ലൂർ ഭാഗം അല്ലെ പുല്ലൂർ ഭാഗത്തുള്ള ഒരു തോട് വലിയൊരു പ്രയാസത്തിലാണ്. ആ തോട് ആദ്യ വഴിയിൽ അല്ലെങ്കിൽ അത് പകുതി വെച്ചിട്ട് നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയപാത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മണ്ണിട്ട് നികത്തുന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള കൃഷിയിടത്തിലേക്ക് തോട് ഗതിമാറി ഒഴുകുന്നത് വഴി കൃഷി ഇറക്കാൻ പറ്റാത്ത ഒരു പ്രയാസത്തിലാണ്. അതുപോലെ കുണിയ മുതൽ പെരിയ ഭാഗങ്ങളിൽ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ അവിടെ വെള്ളക്കെട്ട് കൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ഇവിടെ ഈ ടോൾ പ്ലാസ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ സർവീസ് റോഡുകളുടെ പ്രവൃത്തി ആരംഭിച്ചിട്ട് പോലുമില്ല. അതുപോലെ തന്നെ കേളോത്ത് അതുപോലെ പൊള്ളക്കട ഭാഗത്തുള്ള വലിയ രീതിയിലേക്കുള്ള വെള്ളക്കെട്ടും അതുപോലെ തന്നെ സർവീസ് റോഡ് പ്രവൃത്തി ആരംഭിക്കാത്തതിന്റെ ഭാഗമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ഇവിടങ്ങളിലുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ദേശീയപാതയുടെ ഇരുവശത്തും ഡ്രെയിനേജ് സംവിധാനം ശരിയായ രീതിയിൽ നടത്താത്തതിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ പൂർത്തീകരിക്കാത്തതിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലുള്ള ദേശീയപാതയുടെ ഇരുവശത്തുള്ള ആളുകളെ താമസിക്കുന്നതിന് വെള്ളക്കെട്ട് മൂലം അവിടെ താമസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അവർ മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ നിലനിൽക്കെ ഈ ടോൾ പിരിവിന്റെ പ്രവർത്തനം ഏറ്റവും ദ്രുതഗതിയിൽ നടത്തുന്ന ഒരു സമീപനമാണ് ദേശീയപാത അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനിയും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ സമരം അധികാരികൾ ഇതൊരുപക്ഷെ കാസർഗോഡ് കണ്ട ആ ഒരു സമരത്തെക്കാൾ കൂടുതൽ ഈ പ്രദേശത്തിന്റെ ഈ പഞ്ചായത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട് ഇവിടെ അങ്ങനെ വികസന പ്രവർത്തനം നടത്താതെ ടോൾ പിരിവിലേക്ക് പോയാൽ പുല്ലൂർ പെരിയ പഞ്ചായത്തിന്റെ ഭരണസമിതി പിന്തുണന്നുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സൂചനാ സമരങ്ങളും ധർണകളും ഇവിടെ നടത്തുമെന്നതിന്റെ ഒരു പ്രഖ്യാപനമായിട്ടാണ് ഇന്നത്തെ ഈ ധർണാ സമരം 19 വാർഡുകളുടെയും ജനങ്ങളുടെ പ്രതിനിധികളും ഞങ്ങൾ നടത്തുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് കൂടി സംസാരിച്ചുകൊണ്ട് ഇത് മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയുന്നതാണ്. ഇത് പഞ്ചായത്തോട് തൊട്ട് മുട്ടി നിൽക്കുന്ന ഈ ടോൾ പ്ലാസ ഇപ്പൊ അടിയന്തരമായും തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇതിന്റെ ടോൾ പിരിവിലേക്ക് അധികൃതർ കടക്കുന്നു എന്നതൊരു ഘട്ടത്തിലാണ് ഈ പഞ്ചായത്തിന്റെ പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നൊരു സൂചന ധർണാ സമരം 19 വാർഡുകളിലെയും ജനപ്രതിനിധികൾ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു സൂചന ധർണാ സമരം നടത്തുന്നത്. നീട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. കുറച്ചു കാലങ്ങളായി എല്ലാ മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പഞ്ചായത്തിന്റെ കുനിയ തൊട്ട് ഈ ഹൈവേ കടന്നു പോകുന്ന പുല്ലൂർ പാലം വരെയുള്ള പ്രദേശത്തിന്റെ ഇരുവശങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട പെരിയ ടൗൺ, കുണിയ, അതേപോലെ ചാലിങ്കാൽ പഞ്ചായത്തിന്റെ അടുത്ത്, അതേപോലെ പുല്ലൂരിന്റെ ഭാഗത്ത് അവിടെ കൃഷി സ്ഥലങ്ങളടക്കം മുങ്ങിപ്പോകുന്ന രീതിയിലാണ് ഈ പ്രദേശത്തിനകത്ത് ഹൈവേ പണിതുകൊണ്ട് ഇത് കാലങ്ങളായി കിടക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഒട്ടനവധി നിവേദനങ്ങളും ഒട്ടനവധി പരാതികളും ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ ഭരണസമിതിക്ക് കിട്ടിയ ഒരു ഘട്ടത്തിലാണ് ഈ ടോൾ പ്ലാസ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പേ വികസനപരമായ കാര്യങ്ങൾക്ക് പഞ്ചായത്ത് എതിര് നിൽക്കുന്നതല്ല, പക്ഷേ ടോൾ പിരിവ് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിയൂ. പക്ഷേ ഈ ടോൾ പിരിവ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഈ കുണിയ മുതൽ ഈ പഞ്ചായത്തിന്റെ കടന്നു പോകുന്ന ഭാഗങ്ങളിലുള്ള ഇരുവശങ്ങളുടെ അപ്രോച്ച് റോഡുകളുടെ ജനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോകുന്ന ആക്സസ്, പെരിയയുടെ പ്രധാനപ്പെട്ട ടൗണായ പെരിയയിൽ വലിയ തോതിൽ മഴ വരുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെയുള്ള ആദിവാസി മേഖലകളിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിച്ച് മാത്രമേ ഈ ടോൾ പിരിവ് ഇവിടെ ആരംഭിക്കുവാൻ കഴിയൂ എന്ന് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന രീതിയിൽ 19 മെമ്പർമാരും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ കവിത സീറ്റയാണ്. പ്രിയപ്പെട്ട പ്രസിഡന്റിന് ഈ പരിപാടി ജനപ്രതിനിധിയുടെ കടമ. ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബാബുരാജ് അവറുകളാണ്. അദ്ദേഹത്തെ ഈ ധർണാ സമരത്തിലേക്ക് സാഹചര്യമാണുള്ളത്. നാട്ടുകാരുടെ ഭൂമി എടുക്കുന്ന സമയത്ത് ആ പുല്ലൂർ പാലത്തിന്റെ അവിടെ പണി നടക്കുന്ന ഒരു സമയത്ത് പുല്ലൂർ പാലത്തിന്റെ ആ ഒരു ഭാഗവും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ ലാഘവത്തോടെയാണ് ഈ കരാറെടുത്ത കമ്പനി മുന്നോട്ട് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ന് തൊട്ടടുത്ത് കിടക്കുന്ന പുല്ലൂർ പെരിയ പഞ്ചായത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന പ്രദേശത്ത്
ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡ്രെയിനേജ് പ്രവർത്തികൾ പൂർണ്ണമായി നടക്കാത്തത് കൊണ്ട് ആ ഭാഗത്തെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കിണർ, പൊതു കിണർ, അത് ഈ ഹൈവേയുടെ ഭാഗമായിട്ട് ഹൈവേ ഏറ്റെടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ആ കിണറിന് പകരമായിട്ട് ഒരു കിണർ കുഴിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയ സമയത്ത് അതിനുവേണ്ട സാമ്പത്തിക സമയത്ത് പോലും അതുമായി പൂർത്തീകരിക്കാൻ പറ്റുന്ന അവസ്ഥ. ഇന്നും ആ